നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. കണ്ണൂരിലെ ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട് പാർട്ടി ഇന്ന് യോഗങ്ങൾ ചേരുകയാണ്. ഇന്നും നാളെയും യോഗങ്ങൾ ചേരുന്നുണ്ട്. എന്താണ് വി കുഞ്ഞികൃഷ്ണനെതിരെ പാർട്ടി എടുക്കുന്ന നടപടി എന്നാണ് അറിയേണ്ടത്. പ്രത്യേകിച്ചും പാർട്ടിക്ക് ഒരു മോശം പേര് വി കുഞ്ഞികൃഷ്ണന്റെ പരാമർശത്തിലൂടെ ഉണ്ടായി എന്നുള്ളൊരു നിഗമനത്തിലാണ് പാർട്ടി. ഏതായാലും പാർട്ടി യോഗം നടക്കട്ടെ. വി കുഞ്ഞികൃഷ്ണനെതിരെ നടപടിയെടുക്കുമ്പോൾ പാർട്ടി എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കുക എന്നൊക്കെ അറിയേണ്ടതുണ്ട്. ഒപ്പം അമേരിക്കയിൽ കുടിയേറ്റക്കാർക്കെതിരെയുള്ള നടപടികൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പുറത്തുവരുന്ന വാർത്തകൾ അനുസരിച്ച് ഇന്ത്യ ന്യൂസിലാൻഡ് മൂന്നാം 2020യും ഇന്ന് നടക്കുന്നുണ്ട്. അങ്ങനെ വാർത്തകൾ ധാരാളമുണ്ട്. ആദ്യം നമുക്ക് തലക്കെട്ടുകൾ നോക്കാം. കണ്ണൂർ പയ്യന്നൂർ ഫണ്ട് വിവാദങ്ങൾക്കിടെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന്. പാർട്ടിയെ വിമർശിച്ച വി കുഞ്ഞികൃഷ്ണനെതിരെ നടപടിക്ക് സാധ്യത. ജില്ലാ കമ്മിറ്റി നാളെ. പരസ്യ പ്രസ്താവനയിലൂടെ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന വിലയിരുത്തലിൽ നേതൃത്വം. അമേരിക്കയിലെ മിനിയാപോളിസിൽ കുടിയേറ്റ പരിശോധനയ്ക്കിടെ പ്രതിഷേധിച്ച യുവാവിനെ വെടിവെച്ചു കൊന്നു. അമേരിക്കൻ പൗരനായ 37-കാരനെ വെടിവെച്ചത് എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ. പ്രതിഷേധവുമായി തെരുവിലിറങ്ങി ജനം. എഴുപത്തിയേഴാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന് ഒരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് വൈകിട്ട് 7 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കും. ഡൽഹിയിൽ കനത്ത സുരക്ഷ. കുട്ടനാട്ടിൽ കർഷകർ പ്രതിസന്ധിയിൽ. പുഞ്ചകൃഷി ചെയ്യാൻ യൂറിയ കിട്ടാനില്ല. യൂറിയയ്ക്കൊപ്പം മറ്റുൽപ്പന്നങ്ങളും വാങ്ങണമെന്ന് വളക്കമ്പനികളും സഹകരണ സംഘങ്ങളും വാശി പിടിക്കുന്നതായും ആരോപണം. ഇന്ത്യ ന്യൂസിലാൻഡ് മൂന്നാം 2020 ഇന്ന് ഗുവാഹത്തിയിൽ. ആദ്യ 2 മത്സരങ്ങളും വിജയിച്ച ആത്മവിശ്വാസത്തിൽ ഇന്ത്യ. ജയിച്ചാൽ പരമ്പര സ്വന്തമാക്കാം. മത്സരം രാത്രി 7 മണി മുതൽ. തുടക്കത്തിൽ സൂചിപ്പിച്ച വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. പയ്യന്നൂരിലെ ഫണ്ട് തിരിമറി വിവാദങ്ങൾക്കിടെ ഇന്ന് CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. ഫണ്ട് തിരിമറി വെളിപ്പെടുത്തലിലൂടെ CPMനെ പ്രതിസന്ധിയിലാക്കിയ കുഞ്ഞികൃഷ്ണനെതിരെ കടുത്ത നടപടി ഉണ്ടായേക്കും. അതേസമയം വിഷയത്തിൽ CPMനെതിരെ പ്രതിഷേധവും ശക്തമാക്കുകയാണ് കോൺഗ്രസും BJPയും. വർഷ ഗിരീഷ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. വർഷ, വലിയ ഒരു CPMനെ പൂർണ്ണമായും പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് വി കുഞ്ഞികൃഷ്ണന്റെ ആ ഒരു പരാമർശം അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പാർട്ടി തീർച്ചയായും അതിനെ അതിജീവിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. കുഞ്ഞികൃഷ്ണനെതിരെ നടപടിയെടുക്കാനുള്ള ഒരു നീക്കങ്ങളിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുന്നു. പ്രതിഷേധവും ഉണ്ടല്ലോ BJPയും കോൺഗ്രസും ഒക്കെ. അതെ അഖില, തീർച്ചയായും CPMനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയായിരുന്നു കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള വി കുഞ്ഞികൃഷ്ണന്റേത്. അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് CPMനെതിരെ കോൺഗ്രസും BJPയും മുന്നോട്ട് വെക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കുഞ്ഞികൃഷ്ണനെതിരെ നടപടിയെടുക്കാൻ തന്നെയാണ് സാധ്യത. കാരണം കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷും മറ്റു മുതിർന്ന നേതാക്കളും എല്ലാം തന്നെ വി കുഞ്ഞികൃഷ്ണനെതിരെ പറഞ്ഞിരുന്നു. അവരെല്ലാം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുഞ്ഞികൃഷ്ണൻ ഒഴികെ മറ്റെല്ലാവരും കള്ളന്മാർ എന്ന രീതിയിലാണ് കുഞ്ഞികൃഷ്ണന്റെ മുന്നോട്ടുള്ള പോക്കിയെന്നാണ്. അത്തരത്തിൽ കടുത്ത രീതിയിലുള്ള വിമർശനമാണ് വി കുഞ്ഞികൃഷ്ണനെതിരെ മറ്റ് CPM നേതാക്കളെല്ലാം ഉന്നയിച്ചത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ന് ചേരുന്ന CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കുഞ്ഞികൃഷ്ണനെതിരെ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ പയ്യന്നൂരിൽ കോൺഗ്രസും അതേപോലെ BJPയും മുന്നോട്ട് വെക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പയ്യന്നൂർ MLA TK മധുസൂദനൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം റോഡിൽ നമ്മൾ കണ്ടതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ കുഞ്ഞികൃഷ്ണനെതിരെ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത്. കഴിഞ്ഞ ദിവസമുള്ള നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്നെല്ലാം അതെല്ലാം വ്യക്തമാണ്. കാരണം അത്ര വലിയൊരു ആരോപണമാണ് കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. താൻ മുമ്പും ഈ ആരോപണമെല്ലാം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഇതിന് വില നൽകിയില്ല എന്നുള്ളതാണ് കുഞ്ഞികൃഷ്ണൻ പ്രധാനമായും പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ധനരാജ് രക്തസാക്ഷി ഫണ്ട്, അതേപോലെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ട്, ഈ 3 ഫണ്ടുകളിലും തിരിമറി നടത്തിയെന്നുള്ളതാണ് കുഞ്ഞികൃഷ്ണന്റെ ആരോപണം. പാർട്ടിയെ സംബന്ധിച്ച് CPMനെ സംബന്ധിച്ച് വളരെ പ്രതിരോധത്തിലാക്കുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ്. ഇതിൽ യാതൊരു വസ്തുതയും ഇല്ല എന്നുള്ളതാണ് CPM നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത്. എങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത് എങ്ങനെ പാർട്ടിക്കിടയിൽ തന്നെ എങ്ങനെ മറ്റ് സാധാരണ അണികൾക്കിടയിൽ ഇത് എങ്ങനെ ചർച്ച ചെയ്യപ്പെടുമെന്നുള്ളൊരു പ്രതിസന്ധിയിലാണ് CPM ഉള്ളത്. അതുകൊണ്ട് തന്നെ മുഖം രക്ഷിക്കുക എന്നുള്ളതാണ് CPMനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ കുഞ്ഞികൃഷ്ണനെതിരെ നടപടിയെടുക്കാൻ തന്നെ
തന്നെയാണ് സാധ്യത. അതോടൊപ്പം നാളെ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗവും ചേരുന്നുണ്ട്. ഇന്നത്തെ യോഗത്തിന് ശേഷം ഉണ്ടായില്ലെങ്കിൽ അത് നാളെ ആയിരിക്കും. എന്തായാലും ഇന്ന് തന്നെ നടപടി ഉണ്ടാകാൻ തന്നെയാണ് നിലവിലെ സാധ്യത. വർഷ, ഈ CPM അങ്ങനെ മുഖം രക്ഷിക്കാനുള്ള നീക്കം നടത്തുമ്പോൾ തീർച്ചയായും കുഞ്ഞികൃഷ്ണനും ഒരു മറുവഴി ഉണ്ടാകുമല്ലോ. കുഞ്ഞികൃഷ്ണൻ പറയുന്നത് എന്താണ് ഈ വിഷയത്തിൽ? ഇനി ഒരുപക്ഷെ മറ്റൊരു പാർട്ടിയിലേക്ക് ചേരാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റായി തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കമായിരിക്കുമോ? അഖില, തീർച്ചയായും കുഞ്ഞികൃഷ്ണൻ എന്ത് വന്നാലും താൻ നേരിടുമെന്നുള്ള ഒരു ഭാവത്തിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. കാരണം കഴിഞ്ഞ ദിവസം CPM മുതിർന്ന നേതാക്കളെല്ലാം പ്രതികരിച്ചപ്പോഴും എന്ത് നടപടി വന്നാലും താൻ നേരിടും. കാരണം അത്ര വലിയൊരു ആരോപണമാണ് താൻ ഉന്നയിച്ചിരിക്കുന്നത്. ചർച്ച ചെയ്യപ്പെടേണ്ട ആരോപണമാണ് താൻ ഉന്നയിച്ചിരിക്കുന്നത്. കാരണം ഒരുപാട് തവണ താനിത് പാർട്ടിയിൽ ഉൾപ്പെടെ പറഞ്ഞതാണ്. പക്ഷെ അപ്പോഴൊന്നും ആരും ഇത് ചെവി കൊണ്ടില്ല. അതുകൊണ്ട് തന്നെയാണ് താൻ ഈ വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വന്നത്, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കിടയിലേക്ക് വന്നത് എന്നുള്ളതാണ് കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ നടപടിയെ കുഞ്ഞികൃഷ്ണൻ ഭയക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ മറ്റു പാർട്ടിയിലേക്കുള്ള സാധ്യതകളൊന്നും ഇതുവരെ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും ഈ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായാൽ മറ്റു പാർട്ടികളിലേക്ക് സ്വാഭാവികമായിട്ടും കുഞ്ഞികൃഷ്ണൻ ക്ഷണിക്കപ്പെടും. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ എന്തായിരിക്കും ഇനി കുഞ്ഞികൃഷ്ണന്റെ നിലപാട് എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. ശരി, വർഷ ഗിരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ തീർച്ചയായും CPM-നെ സംബന്ധിച്ച് ഒരു നടപടി എടുക്കേണ്ടി വരും. ആ നടപടി എടുക്കേണ്ടി വരും എന്നുള്ളത് മാത്രമല്ല, അഗ്നിശുദ്ധി വരുത്തേണ്ടി വരും ഈ വിഷയത്തിൽ എന്നുള്ളതാണ് പ്രധാനം. വർഷ ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കിളിമാനൂരിൽ മദ്യപിച്ച് വാഹനമോടിച്ച് ദമ്പതികളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി വിഷ്ണു മുമ്പും സമാന കേസുകളിൽ പ്രതിയെന്ന് പോലീസ്. കയ്യേറ്റ സാധ്യത കണക്കിലെടുത്ത് പ്രതിയുമായി നടത്തേണ്ടിയിരുന്ന തെളിവെടുപ്പ് പോലീസ് വേണ്ടെന്ന് വെച്ചു. അപകട സമയം മറ്റാരും വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. രജിത് കുമാർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. രജിത്, കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകരയിൽ നിന്നാണ് ഈ വിഷ്ണു പോലീസ് കസ്റ്റഡിയിലായത്. ഒപ്പം താൻ മാത്രമേ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നുവെന്ന് വിഷ്ണു പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എങ്കിൽ കൂടി ഇത്തരത്തിലുള്ളൊരു നടപടി എടുത്ത സാഹചര്യത്തിൽ പോലീസ് ഇനി എങ്ങനെയാണ് ഈ കേസുമായി മുന്നോട്ട് പോവുക? തെളിവെടുപ്പ് മറ്റു കാര്യങ്ങളും എങ്ങനെയാണ്? 4-ാം തീയതിയാണ് കിളിമാനൂരിൽ ഈ അപകടമുണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് ഈ പ്രതിയെ വിഷ്ണുവിനെ പോലീസ് പിടികൂടുന്നത് നെയ്യാറ്റിൻകരയിൽ നിന്നും. ഇയാൾ ഒളിവിൽ പോയിരുന്നു, തമിഴ്നാട്ടിലേക്ക് ഒളിവിൽ പോയിരുന്നു. സുഹൃത്തിൻ്റെ സഹായത്തോടെ തമിഴ്നാട്ടിലേക്ക് ഒളിവിൽ പോയതായിരുന്നു. പിന്നീടാണ് ഇയാളെ പോലീസ് തിരികെ കയ്യിലുണ്ടായിരുന്ന പൈസ തീർന്നതിന് ശേഷം അയാൾ തിരികെ വരുന്ന സമയത്താണ് നെയ്യാറ്റിൻകരയിൽ വെച്ച് പോലീസ് പിടികൂടിയത് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ സംഭവം നടന്ന ദിവസം സുഹൃത്തായിട്ടുള്ള കൊല്ലത്തെ വർക്ക്ഷോപ്പ് ഉടമയായിട്ടുള്ള ഒരു സുഹൃത്തുമായി മദ്യപിച്ച ശേഷം വാളകത്തേക്ക് വരുന്നതിനിടയിലാണ് കിളിമാനൂരിൽ വെച്ച് അപകടമുണ്ടാകുന്നത്. കിളിമാനൂരിൽ അപകടം ഉണ്ടാക്കിയതിന് ശേഷം ഈ ബൈക്കിൽ തട്ടുകയും പിന്നീട് വന്നത് പോസ്റ്റിൽ ഇടിച്ച് പോവുകയും ഥാർ ജീപ്പ് പോസ്റ്റിൽ ഇടിച്ച് പോവുകയുമായിരുന്നു. ആ ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന 2 പേരെയും തട്ടി താഴെയിടുകയും ഈ ജീപ്പ് വന്ന് പോസ്റ്റിലിടിച്ചതിന് ശേഷം തിരികെ എടുക്കുമ്പോൾ റിവേഴ്സ് എടുക്കുന്ന സമയത്താണ് ഈ സ്ത്രീയുടെ ശരീരത്തിൽ വാഹനം കയറുന്നത്. ഇയാൾ പിന്നീട് അവിടെ നിന്നും വാഹനം ഓടിച്ചു പോയി ആളൊഴിഞ്ഞ സ്ഥലത്ത് വാഹനം ഉപേക്ഷിച്ച് പോകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുന്നത്. അവിടെ നിന്നും ഇയാൾക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിച്ച് പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അവിടെ ഇയാൾക്കൊപ്പം നേരത്തെ വാഹനത്തിൽ ഉണ്ടായിരുന്നതായി സംശയിക്കുന്ന, അതായത് 2 ID കാർഡുകൾ പോലീസിന് ലഭിച്ചിരുന്നു. ഒന്ന് ഒരു ഫയർഫോഴ്സ് ജീവനക്കാരൻ്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഓഫീസറുടെയും അതുപോലെ തന്നെ ഒരു പോലീസുകാരൻ്റെയും ID കാർഡുകളാണ്. ഇവരുടെ വാഹനത്തിൽ ഉണ്ടായിരുന്നോ എന്ന പരിശോധന പോലീസ് നടത്തുകയുണ്ടായി. എന്തായാലും ഈ വിഷ്ണു വർക്ക്ഷോപ്പിലെ ജോലിക്ക് ശേഷം പല ടീമുകൾക്കായി ക്രിക്കറ്റ് കളിക്കുന്നതിനായി പോകുന്ന ഒരു സ്വഭാവമുള്ള ആളാണ്. അങ്ങനെയുള്ള സുഹൃത്തുക്കൾക്കൊപ്പം, അത് ഈ പോലീസുകാരായിട്ടുള്ള സുഹൃത്തുക്കൾക്കൊപ്പം ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോൾ അവരുടെ ID കാർഡുകൾ ഇതിൽ മറന്നു വെച്ചതാകാം എന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഈ പോലീസുകാരെ ചോദ്യം ചെയ്തതിൽ നിന്നും അല്ലെങ്കിൽ ഈ സർക്കാർ ജീവനക്കാരായിട്ടുള്ള ആളുകളെ ചോദ്യം ചെയ്തതിൽ നിന്നും ഈ സംഭവ സമയം അവർ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന ഒരു വിലയിരുത്തലാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പരിശോധന പോലീസ് നടത്തിയത്. ഇതിൽ തന്നെ വിഷ്ണുവിനെ സംബന്ധിച്ച് കൂടുതൽ കേസുകൾ, ഈ സമാന രീതിയിലുള്ള കൂടുതൽ കേസുകൾ, മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഴിഞ്ഞത്തും അതുപോലെ തന്നെ വെള്ളറട പോലീസിലും കേസുകൾ നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ പരിശോധനയടക്കം പോലീസ് പൂർത്തീകരിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ
കസ്റ്റഡിയിലെടുത്തതിന് ശേഷം തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ടായിരുന്നു. എന്നാൽ പോലീസ് ആ തെളിവെടുപ്പ് ഇന്നിപ്പോൾ വേണ്ടത് വെച്ചിരിക്കുകയാണ്. കാരണം ആളുകളുടെ രോഷം ഭയന്നുകൊണ്ട്, ആക്രമണ സാധ്യത ഭയന്നുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്താതെ പോയത്. ഒപ്പം തന്നെ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷം ഇനി കൂടുതൽ സുരക്ഷയോടുകൂടിയുള്ള ഒരു തെളിവെടുപ്പ് പോലീസ് നടത്താൻ തന്നെ ആലോചിക്കുന്നുണ്ട്. എന്തുതന്നെയായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഷ്ണു മുമ്പും സമാന രീതിയിലുള്ള പല കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. കൂടുതൽ ഈ വിഷ്ണുവിനെ സഹായിച്ച സുഹൃത്തിനെ അടക്കം പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തതിനു ശേഷമാണ് വിഷ്ണുവിലേക്ക് അന്വേഷണ സംഘം എത്തുകയും ചെയ്തിരിക്കുന്നത്. ഈ കേസിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസുകാർക്കുള്ള അല്ലെങ്കിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനുള്ള പങ്ക് സംബന്ധിച്ചും സാധ്യതകൾ പോലീസ് തള്ളുകയാണ് ചെയ്തത്. ശരി, രജിത് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. 2020 സംസ്ഥാന സമിതി യോഗം ഇന്ന് കിഴക്കമ്പലത്ത് ചേരും. NDA പ്രവേശനത്തിന് ശേഷമുള്ള ആദ്യ യോഗമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവർ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കും. മുന്നണി പ്രവേശനത്തിന്റെ തുടർച്ചയായി കൊഴിഞ്ഞുപോക്ക് തുടരുന്നതിനിടെയാണ് യോഗം വിളിച്ചിരിക്കുന്നത്. KK പ്രശാന്ത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. പ്രശാന്ത്, സംസ്ഥാന രാഷ്ട്രീയത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം വ്യക്തമായി സാബു ജേക്കബ് നിലപാട് പറഞ്ഞതാണ്. അതിനുശേഷം ഇന്ന് യോഗം ചേരുകയാണ്. ഒപ്പം പാർട്ടിയിൽ നിന്നും പലരും വിട്ടുപോകുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നില്ല സാബു ജേക്കബിന്. എങ്കിൽ പോലും രാഷ്ട്രീയ തലത്തിൽ അതെന്ത് ഒരു പ്രതിസന്ധിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്? അഖില, ഗുഡ് മോർണിംഗ്. ഏതായാലും NDA സംബന്ധിച്ച് അവർ ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായി തന്നെ 2020 അവർ ഉൾക്കൊള്ളുകയാണ്. പക്ഷേ കിഴക്കമ്പലം ഉൾപ്പെടെ എറണാകുളത്തിൻ്റെ പല മേഖലകളിലും വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്ന ഒരു പാർട്ടി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പാർട്ടിയെ മുന്നണിയിലേക്ക് എത്തിയതുകൊണ്ട് വലിയ തരത്തിലുള്ള ഒരു വിജയം, അത്തരമൊരു നീക്കം വിജയമെന്ന് തന്നെ BJP വിലയിരുത്തുന്നുണ്ട്. അതേസമയം തന്നെ 2020യെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ കൂടുതൽ കൊഴിഞ്ഞുപോക്കുകൾ ഉണ്ടാകുന്നുണ്ട്. അത് ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനമായും അവർ ലക്ഷ്യമിടുന്നത്. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ് രാജിവെക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. അതിനി തുടർച്ചയായി കൂടുതൽ ആളുകൾ പോകുമെന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ സ്വാഭാവികമായി ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കുറച്ചാളുകൾ വിട്ടുനിൽക്കുമെന്ന് സാബു ജേക്കബ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അത്തരം ഒരു ആശങ്ക തങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇനി അതിൻ്റെ ആവശ്യമില്ല. കാരണം കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. മാത്രമല്ല, ഇനി അധികം കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകില്ല. ജനങ്ങൾക്ക് കാര്യങ്ങൾ, പ്രവർത്തകർക്കൊക്കെ തന്നെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അവർ തങ്ങളുടെ തീരുമാനത്തിനൊപ്പം നിൽക്കും. വികസന രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ ഭാഗമായി, അതായത് ഇടത് വലത് മുന്നണികൾക്ക് അപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ ചിന്താഗതി കേരളത്തിലാകെ തന്നെ ഉയർന്നു വരുന്നുണ്ട്. അതിന്റെ ഭാഗമായി നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ താഴെ തട്ടിൽ ഇത് ഏത് തരത്തിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ് നേതൃത്വത്തിന് അറിയേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു യോഗത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ആദ്യം സംസ്ഥാന സമിതി യോഗമാണ്. ഏത് തരത്തിലായിരിക്കണം ഇനി പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന കാര്യത്തിലൊക്കെ തീരുമാനമാകേണ്ടത്. നേരത്തെ രാജിവെച്ച ആളുകൾ വ്യക്തമാക്കിയത് ഇത് കൃത്യമായ ഒരു കൂടിയാലോചന ഇല്ലാതെ ഒറ്റയാൾ തീരുമാനമാണ് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളത് കൃത്യമായി വ്യക്തമാകണമെങ്കിൽ സംസ്ഥാന സമിതി യോഗത്തിൽ കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടതാണ്. ഏതായാലും ഈ ഘട്ടത്തിൽ അത് സംബന്ധിച്ചാണ് കൂടുതൽ ചർച്ചകൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരും മത്സരിച്ചവരുമായ ആളുകളുണ്ട്. അതൊരു പക്ഷേ നമ്മൾ പ്രധാനമായും ചിന്തിക്കേണ്ടത് ഈ മത്സരിച്ച ആളുകളെ പ്രധാനമായും തെരഞ്ഞെടുപ്പ് ചുമതലകളിലേക്കൊക്കെ തന്നെ കൊണ്ടുവരാനുള്ള നീക്കം BJPയുടെ രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമാണ്. ആ തീരുമാനം നിലവിൽ 2020 അറിയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം BJP ഇത്തരമൊരു നീക്കം നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണ്. അതായത് പരാജയപ്പെട്ടവരാണെങ്കിലും സ്വാധീനമുണ്ടാക്കിയവരാണ്. അവരെ പൂർണ്ണമായും ഓരോ വാർഡിന്റെയും മറ്റ് സാഹചര്യങ്ങളുടെയൊക്കെ ചുമതല നൽകിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾക്ക് നേതൃത്വം അത് തന്നെയാണ് 2020 ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഏതായാലും ഈ യോഗത്തിന് ശേഷമായിരിക്കും എന്താണ് രാഷ്ട്രീയ ഭാവി എന്ന സംബന്ധിച്ചുള്ളൊരു വ്യക്തത വരികയുള്ളൂ. എത്രത്തോളം ആളുകൾ അവർക്കൊപ്പമുണ്ട് എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത വരേണ്ടതാണ്. അക്കാര്യങ്ങളെല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അഖില, ശരി, KK പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. NDA സംബന്ധിച്ച് 2020 ഒരു നിർണായക സ്വാധീനമായി മാറുമോ എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾക്ക് അറിയേണ്ടത്. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന് ഒരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് വൈകിട്ട് 7 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. കഴിഞ്ഞ കാലയളവിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളും പുരോഗതിയും രാഷ്ട്രപതി വിശദീകരിക്കും. പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മ പുരസ്കാരങ്ങളും പ്രഖ്യാപിക്കും. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ പുരസ്കാര ജേതാക്കളെ പ്രഖ്യാപിക്കുക. കല, സാമൂഹിക സേവനം, പൊതുകാര്യം, ശാസ്ത്രം, വ്യവസായം, വൈദ്യശാസ്ത്രം, സാഹിത്യം, വിദ്യാഭ്യാസം, കായികം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ളവരായിരിക്കും പുരസ്കാരത്തിന് അർഹരാവുക. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാജ്യ തലസ്ഥാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിലെ മുഖ്യാതിഥികളായ യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായി വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇന്ന് കൂടിക്കാഴ്ചയും നടത്തുന്നുണ്ട്. യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെയർ ലൈൻ ഇന്നലെ ഡൽഹിയിലെത്തിയിരുന്നു. യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റ ഇന്ന് ഉച്ച കഴിഞ്ഞാണ് രാജ്യ തലസ്ഥാനത്തേക്ക് എത്തുക. നാളെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഇരുവരും പങ്കെടുക്കും.
അമേരിക്കയിലെ മിനിയപോളിസിൽ ഇമിഗ്രേഷൻ നടപടികൾക്കെതിരെ പ്രതിഷേധത്തിനിടെ യുവാവിനെ വെടിവെച്ചു കൊന്നു. അമേരിക്കൻ പൗരനായ 37-കാരൻ അലക്സ് ജെഫ്രി പെട്രി ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ വെടിവെച്ചു കൊന്നത് അദ്ദേഹത്തെയാണ്. കുടിയേറ്റ പരിശോധനയ്ക്കെതിരെ പ്രതിഷേധത്തിനാണ് വെടിവെച്ചത്. കൊല്ലപ്പെട്ട വ്യക്തിയുടെ കൈവശം തോക്കുകൾ ഉണ്ടായിരുന്നുവെന്നും അയാളെ നിരായുധീകരനാക്കാൻ ശ്രമിച്ചപ്പോൾ അക്രമാസക്തനാവുകയായിരുന്നുവെന്നും ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ പറയുന്നു. സംഭവത്തെ തുടർന്ന് പ്രതിഷേധവുമായി ജനം തെരുവിലിറങ്ങി. നഗരത്തിൽ നാഷണൽ ഗാർഡ് സേനയെ വിന്യസിച്ചു. ഒരു മാസത്തിനിടെ രണ്ടാമത്തെ സംഭവമാണ് ഇത്. അമേരിക്കൻ പൗരനായ റെനി ഗുഡിനെ ഇമിഗ്രേഷൻ ഏജന്റ് 3 ആഴ്ച മുമ്പാണ് വെടിവെച്ച് കൊലപ്പെടുത്തിയത്. റഷ്യ-യുക്രൈൻ സംഘർഷം സംബന്ധിച്ച് അബുദാബിയിൽ നടന്ന 2 ദിവസത്തെ ത്രികക്ഷി ചർച്ച അവസാനിച്ചു. US മധ്യസ്ഥതയിലായിരുന്നു ചർച്ചകൾ. എന്നാൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം നടന്ന ആദ്യ ത്രികക്ഷി ചർച്ചയിൽ കാര്യമായ ഫലം ഉണ്ടായില്ലെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ചർച്ചകൾ തുടരുമെന്നാണ് വിവരം. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനാണ് ചർച്ചയ്ക്കായി അബുദാബിയിലെത്തിയ പ്രതിനിധി സംഘങ്ങളെ സ്വീകരിച്ചത്. റഷ്യ ആരംഭിച്ച യുദ്ധം അവസാനിപ്പിക്കുക എന്നതാണ് പ്രധാനമെന്ന് ടെലിഗ്രാം ആപ്പിൽ നടത്തിയ പ്രതികരണത്തിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി സൂചിപ്പിച്ചതായി UAE ദേശീയ മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. US പ്രസിഡൻഷ്യൽ പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്ണർ, റഷ്യൻ സായുധ സേനയുടെ ജനറൽ സ്റ്റാഫിന്റെ പ്രധാന ഡയറക്ടറേറ്റ് തലവൻ ഇഗോർ കോസ്റ്റിക്കോവ്, യുക്രൈൻ പ്രസിഡന്റിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് കൈറിലോ ബുഡനോവ്, യുക്രൈന്റെ ദേശീയ സുരക്ഷാ പ്രതിരോധ കൗൺസിലിന്റെ സെക്രട്ടറി റെസ്റ്റം ഉമേറോവ്, റഷ്യയിൽ നിന്നും യുക്രൈനിൽ നിന്നുമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരാണ് ത്രികക്ഷി ചർച്ചയിൽ പങ്കെടുത്തത്. യുദ്ധം ആരംഭിച്ചതിന് ശേഷം 17 തവണ തടവുകാരുടെ കൈമാറ്റത്തിന് UAE മധ്യസ്ഥത വഹിച്ചിട്ടുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ആദ്യ ത്രികക്ഷി ചർച്ചയാണ് അബുദാബിയിൽ നടന്നത്. എന്നാൽ ചർച്ച കൊണ്ട് കാര്യമായ ഫലമുണ്ടായില്ലെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. വരും ദിവസങ്ങളിൽ ചർച്ചകൾ തുടരുമെന്നും റിപ്പോർട്ടുണ്ട്. അമൃത ന്യൂസ്, ദുബായ്. കുട്ടനാട്ടിൽ പുഞ്ചകൃഷി പുരോഗമിക്കുന്നതിനിടെ യൂറിയ ക്ഷാമം വലിയ തിരിച്ചടിയാവുകയാണ് കർഷകർക്ക്. ചിലയിടത്ത് യൂറിയ ഉണ്ടെങ്കിലും യൂറിയയ്ക്കൊപ്പം തങ്ങളുടെ മറ്റുൽപ്പന്നങ്ങൾ കൂടി വാങ്ങണമെന്ന് വളക്കമ്പനികളുടെയും സഹകരണ സംഘങ്ങളുടെയും പിടിവാശിയാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത്. റിപ്പോർട്ട് കാണാം. യൂറിയ ആവശ്യപ്പെട്ടെത്തുന്നവർക്ക് മറ്റു വളങ്ങൾ കൂടി നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കുകയാണ് വളക്കമ്പനികൾ. സഹകരണ സംഘങ്ങൾക്കും രാസവള വിൽപ്പന കേന്ദ്രങ്ങൾക്കും കമ്പനികൾ യൂറിയ വിതരണം ചെയ്യുന്നതും ഇതേ രീതിയിലാണ്. 5 ടൺ യൂറിയ ആവശ്യമാണെങ്കിൽ 4 ടൺ യൂറിയയും 1 ടൺ രാസവളവുമാണ് എത്തിക്കുക. യൂറിയ മാത്രമായി വിറ്റാൽ വളം കെട്ടിക്കിടക്കുമെന്നും സംഘങ്ങൾക്കും രാസവള വ്യാപാരികൾക്കും നഷ്ടമുണ്ടാകുമെന്നുമാണ് ഇക്കൂട്ടരുടെ വിശദീകരണം. ചില ഡീലർമാരുടെ ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ നിർദ്ദേശിക്കുന്ന ചില പോഷക മൂല്യങ്ങളുള്ളതെന്ന് പറയുന്ന പുതിയ കമ്പനികളുടെ ചില മൈക്രോ ഫുഡ് പോലെയുള്ള സാധനങ്ങൾ 900, 1000, 1200 രൂപ വിലയുള്ള സാധനങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ വാങ്ങിച്ചിരിക്കണം. ജാക്ക് യൂറിയ വാങ്ങണമെങ്കിൽ 1 പാക്കറ്റ് അതുകൂടി വാങ്ങണം എന്നുള്ള ഒരു വ്യവസ്ഥയോടുകൂടിയാണ് ഇപ്പം പല കർഷകർക്കും യൂറിയ ലഭ്യമാക്കുന്നത്. ഏതാണ്ട് 90% സബ്സിഡി കൊടുത്ത് ഇറക്കിക്കൊണ്ടുവരുന്ന യൂറിയ കേരളത്തിൽ വന്നതിന് ശേഷം ഇത് എങ്ങോട്ട് പോകുന്നു എന്ന് ഇതുവരെ ആരും അന്വേഷിച്ചിട്ടില്ല. 45 കിലോഗ്രാം ചാക്കിന് 310 രൂപ മാത്രം വിലയുള്ള യൂറിയ കിട്ടണമെങ്കിൽ 1000 മുതൽ 1200 രൂപ വില വരുന്ന പോളിഹേലിയേറ്റ്, മൾട്ടിന്യൂട്രിയൻ തുടങ്ങിയ പുതുതലമുറ വളങ്ങൾ കൂടി വാങ്ങണം. അല്ലെങ്കിൽ വിൽപ്പനക്കുറവുള്ള മറ്റ് ചില കൂട്ടുവളങ്ങളും ജൈവവളങ്ങളും വാങ്ങണമെന്നതാണ് വളക്കമ്പനികളുടെ ആവശ്യം. യൂറിയയുടെ 2 ഇരട്ടി വില വരുന്ന വളങ്ങൾ കൂടി വാങ്ങിയാലേ സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെ യൂറിയ നൽകൂ. നെൽച്ചെടി മുളച്ചാൽ 15-ാം പക്കം മുതൽ നെല്ല് കുടമാകുന്നതിന് മുന്നോടിയായി 55-ാം പക്കം വരെ 3 ഘട്ടങ്ങളിലാണ് വളപ്രയോഗം. ഇതിൽ ചെടികളുടെ വളർച്ചയ്ക്കും പോഷണത്തിനും പ്രധാന ഘടകമാണ് യൂറിയ. 1 ഏക്കറിന് 3 ഘട്ടങ്ങളിലായി 60 മുതൽ 65 കിലോ വരെ യൂറിയ ആവശ്യമായി വരും. യൂറിയ ക്ഷാമം നെൽച്ചെടിയുടെ വളർച്ചയെയും വിളവിനെയും ബാധിക്കും. ജനുവരി 15-നകം 3-ാം വളം ഇടേണ്ടതാണ്. ഈ ഘട്ടത്തിലാണ് യൂറിയയുടെ ക്ഷാമവും വളക്കമ്പനികളുടെ പിടിവാശിയും കർഷകർക്ക് തീരാ ദുരിതം സമ്മാനിക്കുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ. തമിഴക വെട്ടിക്കഴകം ഭാരവാഹികളുടെ യോഗം ഇന്ന് മഹാബലിപുരത്ത് ചേരുകയാണ്. 1 മാസത്തിന് ശേഷം വിജയ് ഇന്നത്തെ പാർട്ടി യോഗത്തിന് എത്തും. അതേസമയം കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് CBI ചോദ്യം ചെയ്യൽ, ജനനായകൻ റിലീസ് പ്രതിസന്ധി വിഷയങ്ങളിൽ വിജയ് പ്രതികരിക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. രാവിലെ 10:30-ക്കാണ് യോഗം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഈ യോഗം ചേരുന്നത്. പക്ഷേ വിജയ് വലിയ വെടിക്കെട്ട് പ്രസംഗങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നേരത്തെ യോഗങ്ങളിലൊക്കെ നടത്തിയത്. അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരെയും ഒപ്പം കോടതിക്കെതിരെ പോലും പരാമർശങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. കോട്ടയം ജില്ലയിൽ പുതുതായി ഒരു പോലീസ് സ്റ്റേഷൻ കൂടി. കല്ലറ പഞ്ചായത്തിലെ കളമ്പുകാടാണ് പുതിയ പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി പോലീസ് സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കടുത്തുരുത്തി, വൈക്കം പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിൽ നിന്നുള്ള വിവിധ പ്രദേശങ്ങളാണ് കല്ലറ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
ദീർഘനാളുകളായുള്ള ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും ആവശ്യത്തിനാണ് കല്ലറ പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമായതോടെ പരിഹാരമായിരിക്കുന്നത്. കല്ലറ പഞ്ചായത്ത് പൂർണ്ണമായും വൈക്കം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലായിരുന്ന വെച്ചൂർ പഞ്ചായത്തും കടുത്തുരുത്തി പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽപ്പെട്ട കടുത്തുരുത്തി പഞ്ചായത്തിലെ കബിക്കാട്, മധുരവേലി, ആയാങ്കുടി, എഴുമാന്തുരുത്ത് പ്രദേശങ്ങളും മാഞ്ഞൂർ പഞ്ചായത്തിലെ മാഞ്ഞൂർ സൗത്ത്, മേമുറി, മാൻവട്ടം, വിജയ ലൈബ്രറി, കക്കത്തുമല പ്രദേശങ്ങളും ചേർത്താണ് കല്ലറ പോലീസ് സ്റ്റേഷന്റെ സേവനപരിധി നിശ്ചയിച്ചിട്ടുള്ളത്. വൈക്കം, കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ഇവിടേക്ക് പോലീസിന് എത്തിച്ചേരാനുള്ള ദൂരവും മറ്റ് പ്രായോഗിക ബുദ്ധിമുട്ടുകളും കണക്കിലെടുത്താണ് പുതിയ പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കിയത്. സ്റ്റേഷനായി 30 സെന്റ് സ്ഥലവും 2250 ചതുരശ്ര അടിയുള്ള 2 നില കെട്ടിടവും കല്ലറ പഞ്ചായത്ത് ആഭ്യന്തര വകുപ്പിന് വിട്ടു നൽകുകയായിരുന്നു. കെട്ടിടം വിപുലീകരിക്കുന്നതിനും സ്റ്റേഷനിലെ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും CK ആശ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 36.5 ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു. വൈക്കം നിയോജകമണ്ഡലത്തിൽ മറ്റ് 3 പോലീസ് സ്റ്റേഷനുകൾ ഉണ്ടെങ്കിൽ പോലും ഇത് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കുറച്ച് അകലത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. കടുത്തുരുത്തി പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ കൂടിയാണ് വരുന്നത്. ഇത് എങ്കിൽ തന്നെയും ഇത് അകലെയായിരുന്നു. അപ്പോൾ അത് ഈ ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഇന്നത്തെ പ്രവർത്തനം ആരംഭിക്കുന്നതോടുകൂടി മാറ്റം വരികയാണ്. SHOയെ കൂടാതെ 2 SIമാർ, 2 ASIമാർ ഉൾപ്പെടെ 34 തസ്തികയാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിൽ SHO ഒഴികെയുള്ളവരുടെ പോസ്റ്റിംഗ് പൂർത്തിയായി. ഒരു സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ 33 പോലീസ് ഉദ്യോഗസ്ഥരെ പോസ്റ്റ് ചെയ്തു. ഇനി ഇൻസ്പെക്ടർ പോസ്റ്റിംഗ് അടുത്ത ആഴ്ചയോട് കൂടിയിട്ട് DGPയുടെ ഉത്തരവ് പ്രകാരം ഇൻസ്പെക്ടർ പോസ്റ്റിംഗ് ആവും. ഇപ്പോൾ നിലവിൽ നമുക്ക് കല്ലറ, വെച്ചൂര്, മാഞ്ഞൂര്, മുട്ടുചിറ വില്ലേജുകളിലെ പ്രദേശങ്ങളാണ് ഈ പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, സബ് ഇൻസ്പെക്ടർ എന്നിവരുടെ മുറികൾ, ഓഫീസ് മുറികൾ, വിശ്രമ മുറി, ലോക്കപ്പ്, തൊണ്ടിമുതൽ സൂക്ഷിക്കുന്നതിനുള്ള മുറി, ശൗചാലയങ്ങൾ എന്നിവയടക്കമുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അമൃത ന്യൂസ്, കോട്ടയം. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് കൊലക്കേസ് പ്രതി ചാടിപ്പോയ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. പ്രതി ചാടിപ്പോയ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന CPOമാരെയാണ് സ്ഥലം മാറ്റിയത്. AR ക്യാമ്പിലായിരുന്ന ഉദ്യോഗസ്ഥരെ കുന്നമംഗലം, പന്നിയങ്കര, ഫറോക്ക്, ചേവായൂർ സ്റ്റേഷനുകളിലേക്ക് മാറ്റി. പെരിന്തൽമണ്ണ ദൃശ്യ കൊലക്കേസ് പ്രതിയായ വിനീഷ് വിനോദിനെ 3 ആഴ്ച പിന്നിട്ടിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മഹാമാഘ ഉത്സവത്തിന്റെ ഭാഗമായി ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടിയിൽ നിന്ന് ആരംഭിച്ച രഥയാത്ര നാളെ തവനൂരിലെത്തും. അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിലെത്തുന്ന രഥയാത്ര യജ്ഞശാലയിലെത്തുന്നതോടെ ബ്രഹ്മദേവന്റെ യാഗഭൂമിയിലും ഉത്സവത്തിന് തുടക്കമാകും. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സ്വാമിനി അതുല്യാമൃതപ്രാണയും സ്വാമി സംവിധാനന്ദഗിരിയും അറിയിച്ചു. ഭാരതപ്പുഴയിൽ ത്രിമൂർത്തി സംഗമസ്ഥാനത്തിന്റെ ഇരു കരകളിലുമായി നടക്കുന്ന മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായി ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടിയിൽ നിന്ന് ആരംഭിച്ച രഥയാത്ര 25-ന് തവനൂരിലെ യജ്ഞവേദിയിലെത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എടപ്പാളിൽ നിന്ന് വാദ്യഘോഷങ്ങളോടെയാണ് രഥയാത്ര യജ്ഞവേദിയിലേക്ക് സ്വീകരിക്കുക. തുടർന്ന് ബ്രഹ്മ ശിവക്ഷേത്രങ്ങൾക്ക് സമീപമുള്ള യജ്ഞഭൂവിൽ ഉത്സവത്തിന് തുടക്കമാകുമെന്ന് ത്രിമൂർത്തി സംഗമ ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ കൺവീനറും താനൂർ അമൃതാനന്ദമയി മഠാധിപതിയുമായ സ്വാമിനി അതുല്യാമൃതപ്രാണയും സഭാപതി സ്വാമി സംവിധാനന്ദഗിരിയും പറഞ്ഞു. ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ അനുഗ്രഹത്തോടുകൂടി തുടങ്ങിയ മാഘമക മഹോത്സവം ഇന്ന് കേരളത്തിലെ കുംഭമേളയായി പരിവർത്തനപ്പെട്ടിരിക്കുകയാണ്. അത് വിപുലമായ രീതിയിൽ എല്ലാവർക്കും അതിൽ പങ്കെടുക്കുവാനും ആത്മീയ ചൈതന്യം നമ്മുടെ ഉള്ളിലും ആ ദേശത്തും എല്ലാം നിറയുവാനും വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു മഹായാഗം. ശങ്കരാചാര്യ തൊട്ട് ചണ്ടാള ബാബു വരെ എല്ലാ ആൾക്കാരും ഇതിൽ അവരുടെ സാന്നിധ്യം നിലവിൽ അറിയിച്ചിട്ടുണ്ട്. അതിലങ്ങനെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല, എല്ലാവർക്കും വരാം. ശ്രീചക്രയോഗം, വൈകാരിക സദസ്സ്, വേദപാരായണം, വിവിധ അഖാഡകളുടെ നേതൃത്വത്തിലുള്ള നിള ആരതി എന്നിവയും ഫെബ്രുവരി 3 വരെ നീളുന്ന മഹാമാഘ ഉത്സവത്തിന്റെ ഭാഗമായി നടക്കും. സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവി മുഖ്യ രക്ഷാധികാരിയായ സ്ഥിരം സമിതിയുടെ കീഴിലുള്ള സംഘാടക സമിതിയാണ് മാഘമക മഹോത്സവത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അമൃത ന്യൂസ്, മലപ്പുറം. തിരുനാവായിൽ നടക്കുന്ന മഹാമാഘ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ വൻ ജനക്കൂട്ടമാണ് നിളാ തീരത്തേക്ക് എത്തുന്നത്. പ്രതിദിനം 85,000-ലേറെ പേർ എത്തുന്നുണ്ട്. ഭാരതപ്പുഴയുടെ ഇരു കരകളിൽ തിരുനാവായിലും തവനൂരിലുമായാണ് മഹാമാഘം നടക്കുന്നത്. നിളാ ആരതി സമയത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിശ്വ ആയുർവേദ പരിഷത്ത് സംസ്ഥാന സമ്മേളനം അമൃത സ്കൂൾ ഓഫ് ആയുർവേദയിൽ നടന്നു. സമൂഹത്തിന്റെ ആരോഗ്യക്ഷേമത്തിനായി ആയുർവേദത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ ആയുർവേദ പണ്ഡിതർ, ഗവേഷകർ, വിദ്യാർത്ഥികൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു.
വിശ്വ ആയുർവേദ പരിഷത്ത് കേരള സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിലാണ് കേരള സ്റ്റേറ്റ് കോൺഫറൻസ് 2026 എന്ന പേരിൽ ആയുർവേദ സമ്മേളനം കൊല്ലം അമൃത സ്കൂൾ ഓഫ് ആയുർവേദയിൽ നടന്നത്. ആയുർവേദത്തിന്റെ സമകാലിക പ്രസക്തിയും ഭാവി ദിശകളും ചർച്ച ചെയ്തു. അമൃത സ്കൂൾ ഓഫ് ആയുർവേദ ഡീൻ സ്വാമി ശങ്കരാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ആയുർവേദ is not a small word. It's astounding what has been written by our rishis some thousands of years before. In such a beautiful language. There is no comparison to Charaka Samhita. There is no comparison for a brief text like Ashtanga Hridaya in any other science. NCISM Board of Ayurveda President Dr. Allam Prabhu Gudda സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. So today we are thinking about globalization of Ayurveda. So already if we go into depth of the roots of medical sciences, some of the words, we come to know that already we have got lot of contribution of Ayurveda in the medical sciences. ആയുർവേദത്തിന്റെ സമകാലിക പ്രസക്തി, ശാസ്ത്രീയ മുന്നേറ്റങ്ങൾ, ഭാവിയിലെ സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്ത സമ്മേളനത്തിൽ വിശ്വ ആയുർവേദ പരിഷത്ത് ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ സുരേന്ദ്ര ചൌധരി മുഖ്യപ്രഭാഷണം നടത്തി. RSS സീനിയർ പ്രചാരക് ശ്രീ സേതുമാധവൻജി ചടങ്ങുകളിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വൈദ്യ ആദർശ് സി രവി, ഡോക്ടർ TT കൃഷ്ണകുമാർ, ഡോക്ടർ അജയൻ സദാനന്ദൻ, ഡോക്ടർ രഘുനാഥൻ നായർ, ഡോക്ടർ രമേശ് NV, ഡോക്ടർ ഹരിത ചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ആയുർവേദ പണ്ഡിതർ, വൈദ്യന്മാർ, അക്കാദമിഷ്യന്മാർ, ഗവേഷകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ വിവിധ സെക്ഷനുകളിൽ പങ്കെടുത്തു. സമൂഹത്തിന്റെ ആരോഗ്യക്ഷേമത്തിനായി ആയുർവേദത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വിശ്വ ആയുർവേദ പരിഷത്ത് സംസ്ഥാനതല ആയുർവേദ സമ്മേളനം സംഘടിപ്പിച്ചത്. ആയുർവേദ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. അമൃത ന്യൂസ്, കൊല്ലം. പ്രമുഖ സ്റ്റീൽ നിർമ്മാണ കമ്പനിയായ കളർ ഷൈൻ കോട്ടഡ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കേരളത്തിലെ വിതരണക്കാരായി ജയ്ഹിന്ദ് സ്റ്റീലിനെ നിയമിച്ചു. കൊച്ചി ഹയാത്ത് ബോൾഗാട്ടിയിൽ നടന്ന ജയ്ഹിന്ദ് കളർ ഷൈൻ സംഗമം 2026 ചടങ്ങിലായിരുന്നു പ്രഖ്യാപനം. കേരളത്തിലെ കഠിനമായ മഴയെയും തീരദേശത്തെ ഉപ്പുകാറ്റിനെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള കളർ ഷൈൻ്റെ സിഗ്നേച്ചർ, സ്പെക്ട്രം, മെറ്റാലിയം തുടങ്ങിയ വിവിധ ഉൽപ്പന്നങ്ങളും ചടങ്ങിൽ അവതരിപ്പിച്ചു. കളർ ഷൈൻ്റെ ഉൽപ്പന്ന ഗുണമേന്മയും ജയ്ഹിന്ദ് സ്റ്റീലിന്റെ വിപുലമായ വിതരണ ശൃംഖലയും ചേരുന്നത് ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഗുണകരമാകുമെന്ന് കളർ ഷൈൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് വൈസ് പ്രസിഡന്റ് സാവിയോ ലെയ്നസ് പറഞ്ഞു. ഗുണമേന്മയുള്ള സേവനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് ജയ്ഹിന്ദ് സ്റ്റീൽ മാനേജിംഗ് ഡയറക്ടർ ദിവ്യ കുമാർ ജെയിൻ വ്യക്തമാക്കി. കളർ ഷൈൻ ഡയറക്ടർ രാജീവ് P. മേത്ത, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മാനേജർ ബിനു തോമസ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. Year after supplying metallium for purlins, deckings and metallic coating along with about 35 microns of paint. 77 സ്പൈസസിന് വേണ്ടിയിട്ട്. അപ്പോൾ 92 മുതൽ നമ്മൾ സ്റ്റീൽ. We are very happy to launch Color Shine in Kerala and we are happy to engage with the Jaihind Group. Color Shine is a 75-year-old company, headquarters in Mumbai, and we are very, very proud of our association with Jaihind, who is a very well-known name in Kerala. So it's a great association for Color Shine and Jaihind to be a part of this venture in Kerala. പത്തനംതിട്ട തിരുവല്ലയിൽ നവജാത ശിശുവിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കുറ്റൂർ റെയിൽവേ ക്രോസിന് സമീപമുള്ള ചായക്കടയ്ക്ക് മുന്നിലാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. കടയുടമ രാവിലെ കട തുറക്കാൻ വന്നപ്പോഴാണ് കുഞ്ഞിനെ കണ്ടത്. പിന്നീട് തിരുവല്ല പോലീസ് സ്ഥലത്തെത്തി കുഞ്ഞിനെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കുഞ്ഞിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു.